കളങ്കാവൽ കണ്ടു. നിന്നെ കൂട്ടി നീ പരീക്ഷയില്ല, പരീക്ഷ കഴിഞ്ഞിട്ട് നമ്മൾ കൊണ്ടുപോകും. ഇന്നിപ്പോൾ നമ്മൾ കളങ്കാവൽ കണ്ടു പടം, മമ്മൂട്ടിയുടെ പടമാണ്. മമ്മൂട്ടി വിനായകൻ. നമ്മൾ അത്ര വലിയ പ്രേക്ഷകനൊന്നുമല്ല, എല്ലാ പടമൊന്നും കാണാറൊന്നുമില്ല, എന്നാലും അപൂർവമായിട്ടൊരു പടം കാണും. പാലക്സി സ്റ്റാർട്ട് ചെയ്തോടെ, പാലക്സി അതായത് ഹൈലൈറ്റ് മാളിൽ തൃശ്ശൂർ പാലക്സി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ പാലക്സിയിൽ പോയി കാണാനായിട്ടാണ് പോയത്. അതായത് സ്പെഷ്യൽ എഫക്റ്റൊക്കെ ഉണ്ട്, ഒരു പ്രീമിയം ലെവലുള്ള സ്ക്രീനൊക്കെയാണെന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അത് കാരണം പോയതാണ്. അപ്പോൾ ഇവരെ കൊണ്ടുപോയില്ല, ഞാൻ തന്നെ പോയി കണ്ടു. ആ തിയേറ്ററൊക്കെ നല്ല തിയേറ്ററാണ്, കേരളത്തിലത്തെ ഏറ്റവും വലിയ സ്ക്രീനൊക്കെയാണെന്നൊക്കെയാണ് അവർ പറയുന്നത്. നമ്മൾ രാഗമൊക്കെ പോയി കണ്ടിട്ടുണ്ട്, മറ്റുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, നല്ല തിയേറ്ററൊക്കെയാണ്. പക്ഷേ കളങ്കാവൽ കണ്ടു. കളങ്കാവൽ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ളൊരു ഇത്, അതായത് നമ്മുടെ മമ്മൂട്ടി നായകൻ തുടക്കം തൊട്ട് അവസാനം വരെ 10-15 പേരെ കൊല്ലുക. അപ്പോൾ ചിരിക്കാനും കളിക്കാനൊക്കെ ആയിട്ടൊന്നും നിങ്ങൾ പടം കാണണ്ട. പക്ഷേ ഒരു ക്രിമിനൽ പശ്ചാത്തലം, അതിൻ്റെ അവസാനം വരെ അതിൻ്റെ സസ്പെൻസ് നിർത്തിൻ്റെ ആ ത്രില്ലറുണ്ട്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പിള്ളേരെയൊന്നും കൊണ്ടുപോയി കാണിക്കണം എന്നുള്ള ആഗ്രഹമൊന്നും എനിക്കില്ല. നല്ല ക്യാമറ വർക്ക് നല്ലതാണ്, നല്ല കഥ നല്ലതാണ്. പക്ഷേ എന്താണ് ഒരു പോലീസ് ഓഫീസർ നടത്തിയത്, അതിൻ്റെ ക്രിമിനൽ പശ്ചാത്തലം വരാൻ കാരണം എന്താ, അങ്ങനത്തെ ഒന്നും പറയണില്ല. അങ്ങനെയാണ് അവർ കാണും. പക്ഷേ നമ്മൾ ക്രിസ്മസിൻ്റെ ചുറ്റുവട്ടമൊക്കെയാണ് അവിടെ ഹൈലൈറ്റ് മാളിൽ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കണ്ടു നമുക്ക് പോകുന്നു. പടമൊക്കെ കണ്ടൊന്ന് ഹൈലൈറ്റ് മാളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു. കുറേ കാലത്തിന് ശേഷം വരും. നമ്മുടെ അടുത്തായതുകൊണ്ട് ഇടയ്ക്കിട്ടൊക്കെ വരേണ്ടതാണ്, പക്ഷെ നമ്മൾ വരാറില്ല. പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ വരിക പോവുക എന്നുള്ളതാണ്. അപ്പോൾ കളങ്കാവൽ കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് കണ്ടു. അപ്പോൾ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. ക്രിസ്മസ് ട്രീയുടെ മുന്നിലൊക്കെ നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുക്കുക എന്ന് പറഞ്ഞ ഒരു രസമല്ലേ. പിള്ളേരുടെയൊക്കെ ആയിട്ട് വന്നാൽ നമ്മളൊരു എൻ്റർടൈൻമെൻറ്റ് ഏരിയ ഉണ്ട്. ഇപ്പോൾ ഫിലിം തിയേറ്റർ കൂടി അങ്ങോട്ട് ഓപ്പണായി, പലരും പോസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ നല്ല തിരക്കാട്ടോ. തിയേറ്ററിൽ ഫുഡൊക്കെ കിട്ടും, നല്ല വിലയുണ്ട് കേട്ടോ. ക്രിസ്മസ് തിയേറ്റർ പലതുണ്ട്, പക്ഷെ നമ്മൾ 6 തിയേറ്ററിൽ നമ്മൾ ഒരെണ്ണത്തിൽ മാത്രമേ കയറിയുള്ളൂ. അതിനെക്കുറിച്ച് നമുക്ക് അറിയുള്ളൂ. നല്ല സീറ്റിംഗ് കപ്പാസിറ്റി ഒക്കെ ഉണ്ട്. IQ ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഏറ്റവും വലിയ സ്ക്രീനാണ് പറയുന്നത്. പ്രീമിയം ലെവൽ നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് ഏരിയ ആയിട്ട് ഭാഗത്ത് പാലക്സിനെ ഇവിടെ ഒരു 2ാമത്തെ പ്രോജക്റ്റ്